ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയതിലേക്ക് സ്വാഗതം. ചെന്നൈയിൻ FC ഈ ഒരു സീസണിലെ അവരുടെ ആദ്യത്തെ മേജർ സൈനിങ് നടത്തിയിരിക്കുകയാണ്. അതായത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ സൈനിങ് ആണ്. ഇതിനു പുറമെ മേജർ സൈനിങ് ഒത്തിരി നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്ന മേജർ ഇന്ത്യൻ സൈനിങ് ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇന്നാണ് അനൗൺസ് ചെയ്തത്. മറ്റാരുമല്ല, ജിതേന്ദ്ര സിംഗ് എന്ന ജംഷഡ്പൂർ FCയുടെ ഈ സൂപ്പർ താരത്തെയാണ് സൈൻ ചെയ്തിട്ടുള്ളത്. നിലവിൽ ജംഷഡ്പൂർ FCക്ക് വേണ്ടി മികച്ച പെർഫോമൻസ് അല്ല താരം കാഴ്ചവെക്കുന്നത് നമുക്കറിയാം. അതായത് അതിൻ്റെ അരങ്ങേറ്റ സീസൺ കഴിഞ്ഞ സീസൺ അല്ലായിരുന്നു. എങ്കിൽ പോലും അരങ്ങേറ്റ സീസണിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും പല ISL ക്ലബ്ബുകളുടെയും നൊട്ടപ്പുള്ളിയാവുകയും ചെയ്ത ജിതേന്ദ്ര സിംഗിനെ കോൺട്രാക്റ്റ് കഴിഞ്ഞ വർഷം വരെ ജംഷഡ്പൂർ FCയിൽ ഉണ്ടായിരുന്നു. ശേഷം താരത്തിൻ്റെ ഗെയിം ടൈം കഴിഞ്ഞ സീസണിൽ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ താരം കോൺട്രാക്റ്റ് പുതുക്കിയില്ല. താരം മറ്റൊരു ക്ലബ്ബിലേക്ക് പോകാൻ നീക്കം നടത്തി. അങ്ങനെ ചെന്നൈയിൻ FC താരത്തെ സ്വന്തമാക്കി. ട്രാൻസ്ഫർ ഫീ ഒന്നും തന്നെ പേ ചെയ്യാതെ താരത്തെ സ്വന്തമാക്കി. നിലവിൽ 2 വർഷത്തെ കരാറിലാണ് ജിതേന്ദ്ര സിംഗ് ഒപ്പുവെച്ചിട്ടുള്ളത്. നിലവിൽ 22 മാസത്ത് മാത്രം പ്രായമുള്ള താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന ഏകദേശം 1 കോടിയോളം രൂപയാണ്. നിലവിൽ ഒരു ലെഫ്റ്റ് ബാക്ക്, ഈ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് ഡിഫൻസീവ് ഫുട്ബോൾ കളിക്കുന്ന ഇന്ത്യൻ താരങ്ങളുടെ പേരെടുത്ത് നോക്കിയാൽ മുൻപന്തിയിൽ തന്നെ കാണും ജിതേന്ദ്ര സിംഗ്. താരം നിലവിൽ ഇന്ത്യൻ അണ്ടർ-17, അണ്ടർ-18, അണ്ടർ-19 എന്നിങ്ങനെയുള്ള ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും കളിച്ച താരമാണ്. നിലവിൽ സീനിയർ ടീമിൽ ഇതുവരെ അരങ്ങേറ്റം കുറിച്ചിട്ടില്ല. എങ്കിൽ പോലും താരം അണ്ടർ-17 വേൾഡ് കപ്പ് അടക്കമുള്ള കളിച്ച താരം തന്നെയാണ്. നിലവിൽ ഇന്ത്യൻ ആരോസ് അടക്കമുള്ള ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചു. ജംഷഡ്പൂർ FCക്ക് വേണ്ടിയാണ് താരം ISL അരങ്ങേറ്റം കുറിച്ചത്. ശേഷം ഇപ്പോൾ ചെന്നൈയിൻ FCയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. പുൽക്കാൻ്റെ അറിയാം ചെന്നൈയിൻ FCയിൽ താരം എങ്ങനെയൊക്കെ പെർഫോം ചെയ്യുക എന്ന്. അദ്ദേഹത്തിൻ്റെ ISLൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ അദ്ദേഹം ഓൾറെഡി കാണിച്ച് പല പ്രമുഖ ക്ലബ്ബുകളുടെ നോട്ടപ്പുള്ളി ആയിരുന്നു. എന്നാൽ പോലും ചെന്നൈയിൻ FCയിലേക്കാണ് താരം പോകുന്നത്. പുൽക്കാൻ്റെ അറിയാം ചെന്നൈയിൻ FCയിൽ താരം എങ്ങനെയും കളിക്കാൻ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇവിടെ ലൈക്ക് ചെയ്തിട്ട് മാത്രം പോകുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായി വീണ്ടും കാണാം.